ജീവിതം നിങ്ങളെ എവിടേക്ക് കൊണ്ടുപോയാലും, നിങ്ങൾ ഏത് പാതയിലായാലും, നിങ്ങളുടെ ഹൃദയത്തിൽ എന്നും പ്രത്യാശയുടെ ജ്വലിക്കുന്ന വെളിച്ചം വഹിക്കുക. നിങ്ങൾക്ക് ലഭിച്ച നന്മകൾക്ക് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ജീവിതം മനുഷ്യരെ എവിടേക്ക് കൊണ്ടുപോകുമെന്നോ എവിടെ എത്തിക്കുമെന്നോ ഒന്നും പ്രവചിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. ലോകത്തെ പല രാജ്യങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കുടിയേറ്റത്തെ തന്നെ നോക്കിയാൽ ഇക്കാര്യം വ്യക്തമാവും. ഒരാൾ ജനിച്ച സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടുമെന്ന് അയാൾ പോലും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ രാജ്യത്തിലേക്ക് തന്നെ നോക്കൂ. പല സംസ്ഥാനങ്ങളിൽ ജനിച്ചു വളർന്ന മനുഷ്യർ ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് ജീവിതം കരുപിടിപ്പിക്കാൻ എത്തുന്നത്. മനുഷ്യർ അങ്ങനെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം അവരുടെ കൈപ്പടിയിൽ ഒതുങ്ങാറില്ല, വഴങ്ങാറില്ല. അതെങ്ങോട്ടൊക്കെയോ നമ്മളെ കൊണ്ടുപോവുകയാണ്. നമുക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ ഒഴുക്കിനൊപ്പം നമുക്ക് ഒഴുകിയേ പറ്റൂ. ഈ യാത്രയിൽ പ്രത്യാശയുടെ കിരണങ്ങൾ കെടാതെ എന്നും മനസ്സിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും സാഹസികമായ കാര്യം. പലപ്പോഴും ഉള്ളിലെ ആത്മസംഘർഷങ്ങൾ പ്രത്യാശയ്ക്ക് മങ്ങലേൽപ്പിച്ചേക്കാം. നിരാശയുടെ പടുകുഴിയിലേക്ക് നിങ്ങളെ തള്ളിയിടാൻ ശ്രമിച്ചേക്കാം. അപ്പോഴും നന്ദിയോടെ സ്മരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകളും എല്ലാ നല്ല അനുഗ്രഹങ്ങളും ഓർമ്മിക്കുക. ഈ നല്ല ഓർമ്മകൾ മനസ്സിലേക്ക് വീണ്ടും പ്രത്യാശയുടെ കിരണങ്ങളെ പായിപ്പിക്കാൻ ഉതകുന്നതാണ്. അപ്പോൾ ജീവിതം എങ്ങോട്ട് പോയാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് തോന്നും. നമ്മളെ സഹായിക്കുന്ന ആരുടെയോ അദൃശ്യ സാന്നിധ്യം നമ്മൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. സങ്കീർത്തനങ്ങളിൽ 103-ാം അധ്യായത്തിൽ 2-ാം വാക്യം നമ്മളോട് ഇങ്ങനെ പറയുന്നു: എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ശുഭദിനം.